റിസൾട്ട് അവലോകനം ചെയ്യുമ്പോൾ ഈ വർഷം SSLC റെഗുലർ പരീക്ഷയ്ക്ക് 4,14,290 വിദ്യാർത്ഥിനികളാണ് പരീക്ഷ എഴുതിയത്. 4,14,290. പരീക്ഷ എഴുതിയവരിൽ 4,10,456 വിദ്യാർത്ഥിനികൾ. 4,10,456 സ്റ്റുഡൻസ് ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടി. വിജയശതമാനം 99.07%, 99.07%. കഴിഞ്ഞ വർഷം ഇത് 99.5% 99.5% ആയിരുന്നു. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥിനികളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ 30,514 വിദ്യാർത്ഥിനികൾ, 30,514 സ്റ്റുഡൻസ് എല്ലാ വിഷയങ്ങൾക്കും A+ അർഹരായി. കഴിഞ്ഞ വർഷം ഇത് 61,449 ആയിരുന്നു. സെക്സ് ഡിസാഗ്രിഗേറ്റഡ് ഡേറ്റ നോക്കുമ്പോൾ പരീക്ഷ എഴുതിയ ആൺകുട്ടികളുടെ എണ്ണം 2,10,727. അവരിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയത് 2,08,474, 2,08,474. 98.93% ആൺകുട്ടികൾ SSLC പരീക്ഷ എഴുതിയ 98.93% ആൺകുട്ടികൾ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടി. പെൺകുട്ടികളുടെ കണക്ക് നോക്കുമ്പോൾ പരീക്ഷ എഴുതിയത് 2,03,563 പെൺകുട്ടികളാണ്. അവരിൽ 2,01,982, 2,20,19. ഫോൺ ഓഫാണ്. രമേശിൻ്റെ ഫോണായിരിക്കും. ഓക്കെ. ഇപ്പോൾ പെൺകുട്ടികളുടെ കണക്കായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പരീക്ഷ എഴുതിയ പെൺകുട്ടികളുടെ എണ്ണം 2,03,563. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയ പെൺകുട്ടികളുടെ എണ്ണം 2,01,982. അതായത് 99.22%, 99.22% പെൺകുട്ടികൾ, പരീക്ഷ എഴുതിയ പെൺകുട്ടികൾ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടി. ഫുൾ A+ കിട്ടിയ കുട്ടികളുടെ കണക്ക് നോക്കുമ്പോൾ 20,771 പെൺകുട്ടികൾ ഫുൾ A+ നേടി, 20,771. എന്നാൽ ഫുൾ A+ നേടിയ ആൺകുട്ടികളുടെ എണ്ണം 9,743. ഫുൾ A+ നേടിയ പെൺകുട്ടികൾ ഗേൾസ് 20,771, 20,771. ഫുൾ A+ നേടിയ ആൺകുട്ടികൾ 9,743, 9,743. അത് സ്ലൈഡ് കാണിച്ചിട്ടില്ലേ? ഓക്കെ, അത് ബുക്ക്ലെറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടല്ലോ. പെൺകുട്ടികൾ ഓക്കെ, ആൺകുട്ടികൾ ഫുൾ A+ നേടിയത് 9,743, 9,743. പെൺകുട്ടികൾ 20,771, 20,771. ഓക്കെ. പ്രൈവറ്റായിട്ട് SSLC പരീക്ഷ എഴുതിയതിൽ പഴയ സ്കീം പ്രകാരമാണ് പ്രൈവറ്റ് പരീക്ഷ എഴുതാൻ വിദ്യാർത്ഥിനികൾ ഉണ്ടായിരുന്നത്. 251 പേര് പ്രൈവറ്റായിട്ട് എഴുതിയതിൽ 189 പേർ വിജയിച്ചു. 75.3% അവരുടെ വിജയശതമാനം. 189, 189. 75.3% ആണ് അതിൻ്റെ പാസ് പെർസെൻറ്റേജ്.